ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ ഉപ്പും തേനും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കൊച്ചി ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇവൻ ആ തേനെടുത്ത് കുടിച്ചു. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തേൻ അതിലൊരു സ്വല്പമേ ഉണ്ടായുള്ളൂ കുപ്പിയിൽ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ചെയ്തത്? അപ്പം ഞാനത് കുടിച്ചമിച്ചെന്ന് പറഞ്ഞു. അവൻ അത് അങ്ങനെ കുടിക്കാനുള്ളതല്ല മകനെ, അത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ട് വേണം ഒരു തുള്ളി കഴിക്കാൻ, അല്ലാതെ ഇങ്ങനെ മുഴുവനായിട്ട് കുടിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് അവനെ പിണങ്ങി. അവനപ്പോൾ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു, ഞാൻ കുടിച്ചമിച്ചെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ശ്വാസം മുട്ടൽ സ്വിച്ചിട്ട പോലെ നിന്നുപോയി. പിന്നെ ഇതുവരെയും 6 വർഷത്തോളമായി ഞങ്ങൾ കൊച്ചിൻ്റെ ശ്വാസം മുട്ടൽ മാറിയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഈ അനുഗ്രഹത്തിന് എനിക്കും എൻ്റെ മാതാവിനും തിരുക്കുമാനോടും കുറേ നന്ദി പറഞ്ഞുകൊള്ളുന്നു. രണ്ടാമതേ എൻ്റെ ഭവനത്തിൻ്റേതാണ്. എൻ്റെ ഭവനം ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. 30 വർഷത്തോളമായ ഒരു ഭവനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാലും ഒന്നും നടന്നില്ല. ഷീറ്റിട്ട ഒരു വീടായിരുന്നു ഞങ്ങളുടേത്. അത് പൊളിച്ച് പണിയുന്നതിന് വേണ്ടി ഞങ്ങൾ കുറേ ആലോചിച്ചും പിടിച്ചും ഒക്കെ വന്നിട്ടും ഞങ്ങൾക്ക് ഒന്നും മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. കുറേ ഇപ്പോൾ ഞങ്ങൾക്ക് പട്ടയമുള്ള ഭൂമിയായിരുന്നു. പട്ടയം വെച്ചുള്ള ലോൺ എടുക്കാനൊന്നും ഞങ്ങൾ ചെന്നിട്ട് ഒരു സ്ഥലത്തൊന്നും ഞങ്ങൾക്കത് പാസ്സായി കിട്ടില്ലെന്ന് പറഞ്ഞു.